ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം സീസൺ 7 ബിഗ് ബോസ് ഡേ 69ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ മെയിനായിട്ട് കണ്ടിരുന്നത് എന്താ പറയുക, ക്യാപ്റ്റൻസിയുടെ നോമിനേഷനും പിന്നെ ജയിൽ നോമിനേഷനും ആയിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻസി നോമിനേഷനിൽ എല്ലാവരും കൂടെ കഴിഞ്ഞ വീക്കിൽ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് സെലക്ട് ചെയ്ത ഒരാൾ ആര്യൻ, പിന്നെ സാബുമാൻ, പിന്നെ അനുമോളായിരുന്നു. എനിക്ക് തോന്നുന്നു ആര്യൻ ഓൾറെഡി ഒരു തവണ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്, ബാക്കി രണ്ടുപേരും ആയിട്ടില്ല. അപ്പോൾ ആരാ ആവും എന്ന് നമുക്കറിയാൻ പറ്റില്ല. കാരണം ഇനി മുതലുള്ള വീക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരാഴ്ച നോമിനേഷൻ ഫ്രീ കിട്ടുകയാണെങ്കിൽ തന്നെ അത് അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഈ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും നോമിനേഷൻ ഫ്രീ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല അത് ഏത് വീക്ക് മുതലാണ് ആ ഒരു റൂള് അപ്ലിക്കബിൾ ആവുക എന്നുള്ളത്. മേ ബി ചിലപ്പോൾ നെക്സ്റ്റ് വീക്കും കൂടെ ക്യാപ്റ്റൻ സീല് വരുന്ന ആൾക്ക് ചിലപ്പോൾ നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടുമായിരിക്കും. എന്താണെങ്കിലും ഇവർ മൂന്നുപേരും അത്യാവശ്യം നല്ല ആര്യൻ ഓൾറെഡി ക്യാപ്റ്റൻസി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നു ഭയങ്കര മോശം ക്യാപ്റ്റൻ ആയിരുന്നു എന്നല്ല. പിന്നെ സാബുമാനും അനുമോളാണ് ഇതുവരെ ക്യാപ്റ്റൻ ആവാതിരുന്നത്. സാബുമാൻ എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. ചിലപ്പോൾ അത്ര സ്ട്രിക്റ്റ് ആയിട്ടുണ്ടാവില്ല, പക്ഷെ എന്നാലും കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അനുമോളിൽ ചിലപ്പോൾ മേ ബി സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ക്യാപ്റ്റൻ ആവാം. നമുക്കറിയില്ല എന്തായാലും ആര് ക്യാപ്റ്റൻ ആവും എന്തായിരിക്കും എന്നുള്ളത്. അത് മേ ബി ഈ വീക്കെൻഡ് എപ്പിസോഡിലായിരിക്കും ക്യാപ്റ്റൻസി ടാസ്ക് വെക്കുന്നുണ്ടാവുക ബിഗ് ബോസും ലാലേട്ടനും കൂടെ. പിന്നെ ഉള്ളത് ജയിൽ നോമിനേഷനാണ്. ജയിൽ നോമിനേഷനിൽ നമ്മൾ കണ്ടത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അനീഷിനും ലക്ഷ്മിക്കാണ്. എനിക്ക് തോന്നുന്നു അനീഷ് 4ാമത്തെ തവണയാണ് ഇപ്പോൾ ഒരു അനീഷിനെ പറയുന്നുണ്ട്, 4th ടൈമാണ് അനീഷ് ജയിലിലോട്ട് പോകുന്നത്. ലക്ഷ്മി എനിക്ക് തോന്നുന്നത് 2nd ടൈമോ മറ്റോ ആണ്. ആദ്യം ജിസൈലിൻ്റെ ഒപ്പം മറ്റോ പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഈ എന്താ പറയുക, അനീഷിനെക്കാട്ടിലും അത്രയും ബാഡ് ഗെയിമും മറ്റുള്ള കാര്യങ്ങളും, ഇപ്പോൾ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യില്ല, അങ്ങനെ കുറേ പേര് ആ വീട്ടിൽ വേറെ ഉണ്ട്. പല പല റീസൺസിലെല്ലാം എനിക്ക് തോന്നുന്നു ഗ്രൂപ്പ് കളിച്ചിട്ടാണ് തോന്നുന്നു അനീഷിനെ ഓരോ തവണയും ജയിലിനകത്ത് വിടുന്നത്. വേറെ ആരും കിട്ടിയില്ലെങ്കിൽ അനീഷിനെ വിടുക എന്നുള്ള ഒരു ഇതിലാണ് തോന്നുന്നു. അത് അനീഷിനെക്കാട്ടും ഡിസേർവിങ് ആയിട്ടുള്ള പല ആൾക്കാരും ആ വീട്ടിൽ വേറെ ഉണ്ട് ജയിലിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ അനീഷൊരു കോമൺ ആയിട്ടുള്ളൊരു ഇതാണ്, എല്ലാ ആഴ്ചയും വെറുതെ ആളുടെ പേരെടുത്തിടുക, ആൾ ജയിലാക്കുക, അങ്ങനെ. അതിനേക്കാളും ഡിസേർവ് ചെയ്യുന്ന അത്രയും പേര് ആ വീട്ടിൽ വേറെ തന്നെയുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും വേണമെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും എന്താ പറയുക, സീക്രട്ട് ടാസ്ക് കോളമാക്കിയതിൻ്റെ പേരിൽ ഷാനവാസിന് വോട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു സാപ്പുമ്മ മാത്രമാണ് ഷാനവാസിൻ്റെ പേര് പറഞ്ഞത്, അത്രയും കൊളാക്കിയ ഇതിൽ സീക്രട്ട് ടാസ്കിന്. അപ്പോൾ വേറെ ആരും ആ പോയിൻ്റ് ഒന്നും പറഞ്ഞില്ല. എന്താണെങ്കിലും ഇവർ രണ്ടുപേരും പോയി. ഇവർ രണ്ടുപേർക്കും നല്ലൊരു അത്ര ഡിഫിക്കൽട്ട് അല്ലാത്തൊരു ടാസ്ക്കാണ് കൊടുത്തത്. എനിക്ക് തോന്നുന്നു അവർ രണ്ടുപേരും നന്നായിട്ട് തന്നെ ജയിലിനകത്ത് അത്ര ഇഷ്യൂസൊന്നും ഉണ്ടായില്ല. അവർ നല്ല ഇതായിട്ട് തന്നെ ജയിലിനകത്ത് ഇതായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് അവർ പുറത്തിറങ്ങി. എന്താണെങ്കിലും ജയിൽ ടാസ്ക് ഇത്തവണ കുറച്ച് നേരെ തോന്നുന്ന എപ്പിസോഡിനകത്ത് കാണിച്ചത്. പിന്നെ എന്താ പറയുക, വേറെ നമ്മൾ കണ്ടത് വീണ്ടും SLT ഹോട്ട്സ്റ്റാറിൽ ഒരു വോട്ടിംഗ് പോൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ വെസൽസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിയൻസ് സെലക്ട് ചെയ്ത ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവീനായിരുന്നു. അപ്പോൾ നെവീന് ബസർ ടു ബസർ ബിഗ് ബോസ് ടാസ്ക് കൊടുത്തിരുന്നു വീട്ടിലെല്ലാ പാത്രം കഴുകാൻ, വെസൽ ക്ലീനിങ്ങിൻ്റെ. അപ്പോൾ നെവീൻ എനിക്ക് തോന്നുന്നു കുറേ പ്രാഗിട്ടാണെങ്കിലും കുറ്റം പറഞ്ഞിട്ടാണെങ്കിലൊക്കെ നെവീൻ ആ ടാസ്ക് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അത്ര ആ ഒരു ഇതിനകത്തൊരു കോമഡി ഫൺ ഒക്കെ ആയിട്ട് നെവിൻ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു, നന്നായിരുന്നു. അവസാനം എനിക്ക് തോന്നുന്നു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ വീട്ടിൽ ചെറിയൊരു വഴക്കെന്ന് പറയാൻ പറ്റില്ല, എന്താ പറയുക, ഇനി ആര് ബാക്കി പാത്രം കഴുകും, കാരണം നെവിൻ ഓൾറെഡി കുറേ കഴുകി, ബാക്കി ആരെ കഴുകും എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു ഇഷ്യൂയോടെ ഉണ്ടാക്കി, ചെറിയൊരു വാക്ക് തർക്കം പോലെ. എന്നിട്ട് അവസാനം അനീഷ് വന്ന് കഴുകുന്നുണ്ട് തോന്നുന്നുണ്ട്, ബാക്കി പാത്രം ഞാൻ വന്ന് കഴുകാം, അങ്ങനെ കുറേ. എപ്പോഴും എനിക്ക് തോന്നുന്നു ഈ പാത്രം കഴുകാനാണ് അവിടെ ഏറ്റവും കൂടുതൽ തിരക്ക്. അതേപോലെ തന്നെ വഴക്ക്, അതുപോലെ തന്നെ എന്താ പറയുക, കുക്കിങ്ങിൻ്റെ ഇതിലും ഏറ്റവും കൂടുതൽ വഴക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് മെയിനായിട്ട് ഇന്നലെ വെസൽ ടീമിൻ്റെ കണ്ടത്. പിന്നെ നമ്മൾ വേറെ കണ്ടു, ലക്ഷ്മി അരി എടുക്കുന്നത് ആ ഒരു അളവിലല്ല, ലക്ഷ്മിക്ക് തോന്നിയ പോലെയാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അനുമോട് ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അനുമോൾ കിച്ചൺ ടീമിലില്ല. അപ്പോൾ ഇല്ലാത്ത ഒരാൾ എന്തിനാണ് അഭിപ്രായം പറയേണ്ട ആവശ്യം? എനിക്ക് തോന്നുന്നു അനുമോളുടെ വിചാരം അനുമോളുടെയാണ് കിച്ചൺ, അനുമോളുടെ പെർമിഷൻ ഇല്ലാണ്ട് ആ കിച്ചണിൽ വേറൊന്നും ചെയ്യരുത് എന്നുള്ളൊരു റൂൾ സെറ്റ് ചെയ്തിരിക്കുക തോന്നുന്നു ആൾ.
കാരണം ആള് കിച്ചൺ ടീമിൽ അധികം വീക്കിൽ ആൾ കിച്ചൺ ടീമിലായിരിക്കും. ചില വീക്കിൽ മാത്രമായിരിക്കും തോന്നുന്നു അനുമോള് കിച്ചൺ ടീമിലില്ലാത്തത്. ആ സമയത്ത് ആരെന്ത് ചെയ്താലും അനുമോള് കയറി അതിലൊക്കെ ഒപ്പീനിയൻ പറയും. അതാണ് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. ഇപ്പോൾ അനുമോളും അതേപോലെ പിന്നെയും അളവ് ഗ്ലാസ് എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന പോലെ ആവില്ല വേറൊരാൾ ചെയ്യുന്നുണ്ടാവുക. ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. അതിനെ റെസ്പെക്റ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ അവർ പറയുന്നത് അത് കൂടും, ഓൾറെഡി ഫ്രിഡ്ജിൽ ചോറുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ കൂടുകയാണെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കഴിച്ചാൽ പോരെ. ഇതിന് വെറുതെ ഒരു ഇഷ്യൂ ആക്കി എന്താ പറയുക ആക്കി ഒരു ഡിബേറ്റിൻ്റെ ആവശ്യം എന്തിനാ? അതൊക്കെ ആവശ്യമില്ലാത്ത ഓരോ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുണ്ടാക്കുന്ന ഓരോരുത്തരുടെ രീതിയല്ലേ. അത് ബാക്കി ചോറ് ബാലൻസ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യുക, അത് അത്രയേ ഉള്ളൂ. അതിനെ ഞങ്ങൾ ഇങ്ങനെയാണ് എടുക്കുന്നത്, അളവെടുക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എടുക്കുന്നത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതൊക്കെ ഓരോരുത്തരും ഓരോ പോലെയാണ്. അത് അറ്റ് ദ ലാസ്റ്റ് ആ ചോറ് വേസ്റ്റാക്കി കളയാൻ പാടില്ല. അത്രയേ ഉള്ളൂ. അതിപ്പോൾ എങ്ങനെ എടുത്താലും ഓക്കെ. കാരണം എന്താണെങ്കിലും കുറച്ച് ചിലപ്പോൾ മേ ബി ഒക്കെ കുറച്ച് ചോറൊക്കെ ബാലൻസ് ഉണ്ടാവുമായിരിക്കും. അത് പിറ്റേ ദിവസം കഴിച്ചാലും മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. മിക്കവാറും PR-ൻ്റെ കാര്യമാണ് ലാലേട്ടൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്ന് പറയുന്നത്. അനീഷിന് PR-നെ കുറിച്ചിട്ട് അറിയില്ല, എന്തോ 5 കൊല്ലത്തിന് ഇത് കണ്ടിരുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ ലാലേട്ടൻ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അനുമോളെ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. PR കൊടുത്തതിൻ്റെ തെളിവ് ഞാൻ കാട്ടിത്തരണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റോസ്റ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. മിക്കവാറും ഷാനവാസിനെ പിടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം സീക്രട്ട് ടാസ്ക് കൊളാക്കിയതിൻ്റെ പേരിൽ അതെന്തായാലും പിടിക്കണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം അത്രയും നല്ലൊരു ടാസ്ക് നന്നായിട്ട് കൊണ്ടുപോകായിരുന്നു. അത് എനിക്ക് തോന്നുന്നുണ്ട് ഇവർ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറഞ്ഞത് ഷാനവാസിനെ കൊണ്ട് ഡിസ്കസ് ചെയ്യിപ്പിച്ചതാണ്. ഷാനവാസിനോട് ഡിസ്കസ് ചെയ്തതാണ്. വേറെ ആരും ആ വീട്ടിൽ ഡിസ്കസ് ചെയ്ത് ഷാനവാസിനെ കൊണ്ട് ഞാനും ഇങ്ങനൊരു മണ്ടത്തരം ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഇത്ര എളുപ്പമായി.